ഹലോ ഡ്യൂഡ്സ്, നമ്മുടെ അടുത്ത ട്രിപ്പ് സൗത്ത് ഇന്ത്യയുടെ ചിറാപുഞ്ചിയിലേക്കാണ്. അതായത് കർണാടകയിൽ അഗുംബയിലേക്ക്. അഗുംബൈ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ്. മൺസൂൺ ടൂറിസത്തിന് പേര് കേട്ട സ്ഥലമാണ് അഗുംബൈ. ഞാനിപ്പോൾ പോകുന്നത് ഓഖ എക്സ്പ്രസ്സിനാണ്. എറണാകുളം സൗത്തിൽ നിന്നും മംഗ്ലൂർ ജംഗ്ഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈവനിങ്, അതായത് രാത്രി 8:25 ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് 4:05 ആകുമ്പോൾ നമ്മൾ മംഗ്ലൂരു ജംഗ്ഷനിലെത്തും. ഇത്തവണ ഞാൻ പോകുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ്. ടിക്കറ്റ് ഫെയർ 329 രൂപയാണ്. നമ്മൾ എത്തേണ്ട സമയത്തിനേക്കാളും ഒരു 10-15 മിനിറ്റ് മുന്നേ നമ്മൾ മംഗ്ലൂരു ജംഗ്ഷനിലെത്തി കേട്ടോ. അതായത് 3:45 ആയപ്പോൾ തന്നെ നമ്മളിവിടെ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റേഷൻ, അതായത് നല്ല തിരക്കാണ്. നമ്മൾ സൗത്തിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം ഈ ഒരു ടൈമിൽ നല്ല തിരക്കുണ്ട്. ഇത് ഏറ്റവും രസം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ട്രാവൽ ചെയ്ത എൻ്റെ കോച്ചിലുണ്ടായിരുന്ന മിക്ക ആളുകളും അഗുംബയിലേക്ക് തന്നെ പോകുന്നവരാണ് കേട്ടോ. അഗുംബയിലേക്ക് പോകുന്ന വഴി 2-3 ജെയിൻ ടെമ്പിൾസ് ഒക്കെ കയറിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡ്രസ് കോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഡ്രസ്സും കൂടി കയ്യിൽ കരുതിയിട്ട് വേണം വരാൻ. അതായത് സ്ലീവ്ലെസ് ഷോർട്സ് ഒന്നും ഇട്ടുകൊണ്ട് നമുക്ക് ക്ഷേത്രത്തിനകത്ത് കയറാൻ പറ്റത്തില്ല. ഇവിടെ വന്നപ്പോഴാണ് ഭയങ്കര തിരക്ക്. അത് മാത്രമല്ല, മംഗ്ലൂരു റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള, കുറെ കൂടെ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള, അത്യാവശ്യം വലുതായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും എന്നായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഞാനും ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങുവാണ്. ഇപ്പോൾ ടൈം 6:30 ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടൈം ഉണ്ടായിരുന്നു റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാൻ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ ലുക്ക് ഉണ്ടല്ലേ, ഒരു നല്ല ബോർഡ് പോലും ഇല്ല കേട്ടോ. ഇവിടെ മംഗ്ലൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കംപ്ലീറ്റ് അഴിച്ചുപണി, അതായത് റിനോവേഷൻ നടക്കുവാണ് മൊത്തത്തിൽ. എനിക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ആദ്യം കണ്ടപ്പോൾ ഫീൽ ചെയ്തത് ഇതൊരു കർണാടകയുടെ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് എനിക്ക് തോന്നിയില്ല. പകരം നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നാണ് എനിക്ക് ആ ഒരു ലുക്കാണ് ഫീൽ ചെയ്തത്. ഒരു നനഞ്ഞ പ്രഭാതവും കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൂഡബിദ്രിയാണ്. മൂഡബിദ്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ്. കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിലാണ് മൂഡബദ്രി. ഇത് ജെയിൻസ് വാരണാസി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സൗത്ത് ഇന്ത്യയുടെ ജെയിൻ വാരണാസി. ആദ്യം നമ്മൾ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടല്ലേ, പടിവാൾസ്. ഇത് നമ്മൾ പോകുന്ന റോഡ് സൈഡിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എക്സ്ട്രാ ഡീസൻ്റ് ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ പ്യൂർലി വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. നല്ല ഫുഡാണ്. ഇപ്പം ഞാൻ ഓർഡർ ചെയ്തതൊരു മസാല ദോശ, ചായ, വട ഒക്കെയാണ്. മസാല ദോശയുടെയൊക്കെ വലിപ്പം കണ്ടില്ലേ. പക്ഷേ പ്രൈസ് എന്ന് പറയുന്നത് മസാല ദോശയ്ക്ക് വെറും 22 രൂപയുള്ളൂ. ചായയ്ക്കും വടയ്ക്കും 11 രൂപ വെച്ചും. അടിപൊളിയല്ലേ. അപ്പം നിങ്ങൾ അഗുംബയിലേക്ക് പോകുന്നവർ മൂഡബദ്രിയിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് മറക്കണ്ട. കിഡിലൻ റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം മൂഡബദ്രിയിൽ തന്നെ നമ്മൾ 18 ജെയിൻ ടെമ്പിൾസ് ആണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അതായത് 1000 പില്ലേഴ്സ് ടെമ്പിൾ. കന്നഡയിൽ സാവിര കമ്പട ബസതി എന്ന് പറയും. ഇപ്പം ഞാൻ വന്നപ്പോൾ നല്ല മഴയാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിനകത്ത് കയറാൻ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. 10 രൂപയാണ് ഒരാൾക്ക്. അതേപോലെ നിങ്ങൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൊബൈലിന് 100 രൂപയും ക്യാമറയ്ക്ക് 250 രൂപയും അടയ്ക്കണം. 1000 പില്ലേഴ്സ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ മൊത്തം 1000 പില്ലേഴ്സ് ഉണ്ട്. ഈ 1000 പില്ലേഴ്സും ഡിഫറെന്റ് ആർക്കിടെക്ചർ ആണ്. അതായത് ഒരു പില്ലർ പണിഞ്ഞിരിക്കുന്നത് പോലെ വേറെ ഒരെണ്ണം കൂടി പണിഞ്ഞിട്ടില്ല. അല്ലെങ്കിലും പണ്ടുള്ളവർ വിദഗ്ധരായിരുന്നല്ലോ. അവർ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടൊരു ഐഡന്റിറ്റി അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരു യുണീക്നെസ് എല്ലാവർക്കും അവർ കൊണ്ടുവരാറുണ്ട്. മറ്റു ക്ഷേത്രങ്ങളൊന്നും കാണാത്തൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ നമുക്ക് നടക്കാവുന്ന രീതിയിൽ പണിഞ്ഞിരിക്കുന്ന ഒരു വരാന്തയുണ്ട്. അപ്പം അതിൽ കൂടി നടന്ന ക്ഷേത്രം മൊത്തം നമുക്ക് വലം വെച്ച് വരാം. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. ഈ പച്ചപ്പും ആ പച്ചപ്പിന്റെ തൊട്ടപ്പുറത്തായിട്ട് വലിയ ഉയരത്തിൽ പണിഞ്ഞിരിക്കുന്ന മതിലാണ് കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. ക്ഷേത്രങ്ങളുടെ മതിൽ ഇത്രയും ഉയരത്തിൽ പണിയ പണ്ടത്തെ പഴയ കൺസ്ട്രക്ഷൻ രീതിയാണത്. ഈ ഒരു നൂൽമഴയും ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ, ഇതിലേക്കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക വൈബാണത്. ഇത് കണ്ടില്ലേ, ഇത് ക്ഷേത്രത്തിനകത്തുനിന്ന് വരുന്ന ഒരു ഓവുചാൽ. ഇതിനങ്ങനെയാണോ പറയുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ആരും ഇത് ക്രോസ് ചെയ്ത് പോകാറില്ല അല്ലെ. പക്ഷെ ഇവിടെ വരുന്നവരെല്ലാം ഇത് ക്രോസ് ചെയ്ത് പോകുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇത് ക്രോസ് ചെയ്ത് പോവാണ്. അല്ലാതെ നമുക്ക് നടക്കാൻ വേറെ സ്ഥലമില്ല. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കൂടി മാത്രമേ നമുക്ക് പിന്നെ നടക്കാൻ പറ്റത്തുള്ളൂ. ഈ ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് 15th സെഞ്ചുറിയിലാണ്. അതുപോലെ ക്ഷേത്രത്തിന്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ത്രിഭുവന തിലക ചൂടാമണി ക്ഷേത്രം എന്നാണ്. പലപ്പോഴും ഇത്തരം ആർക്കിടെക്ചർ കാണുമ്പോൾ എനിക്ക് തോന്നിയ ഒരു ഡൗട്ട്, എന്തുകൊണ്ട് ഇന്നത്തെ ആളുകൾ ഈ ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്നില്ല എന്ന്. നമുക്കറിയാം പണ്ട് ഇത് ചെയ്തിരുന്നത് രാജാക്കന്മാരുടെ ഭരണകാലത്താണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല ഇത് ഒരുപാട് ദിവസങ്ങൾ, വർഷങ്ങളോളം എടുത്ത് ആളുകൾ ഇരുന്ന് കൊത്തിയെടുത്ത് ഉണ്ടാക്കി
ഉണ്ടാക്കിയിട്ടുള്ള വർക്കുകളാണ് ഇതൊക്കെ. ഇന്ന് ആരും അതിന് മെനക്കെടുന്നില്ല, ആരും അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു ജിയാൻ പില്ലർ കണ്ടോ, ഇത് മഹാസ്തംഭ എന്നാണ് അറിയപ്പെടുന്നത്. ജെയിൻ ക്ഷേത്രങ്ങളുടെ ഒരു യൂണിക്കായിട്ടുള്ള ഒരു കോഡാണിത്. അതായത് ഏത് ജെയിൻ ടെമ്പിളിൽ ചെന്നാലും ഇങ്ങനൊരു മഹാസ്തംഭ കാണും. 50 അടിയോളം ഇതിന് ഉയരം ഉണ്ടാവും. മംഗളൂരുവിൽ നിന്നും മൂടബദ്രിയിലേക്ക് ഏകദേശം 35 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. അതായത് 1.25 മണിക്കൂർ ട്രാവൽ. ഏകദേശം 18 ജെയിൻ ടെമ്പിൾസ് ആണ് ഈ ഒരു മൂടബദ്രിയിലുള്ളത്. മൂടബദ്രിക്ക് അടുത്ത് തന്നെയാണ് ടൂറിസ്റ്റ് സ്പോട്ടുകളായ ഉടുപ്പി, അതേപോലെ കർക്കല, ധർമ്മസ്ഥല ഒക്കെ ഉള്ളത് കേട്ടോ. കർക്കലയിലേക്ക് വെറും 20 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ഡിസ്റ്റൻസ്. അതേപോലെ ധർമ്മസ്ഥല 51 കിലോമീറ്റർ, ഉടുപ്പി 52 കിലോമീറ്റർ. ഇപ്പോഴും നല്ല മഴയാണ്. ഇത് കണ്ടില്ലേ, 2 സൈഡിൽ നിൽക്കുന്ന ആനകള്. ഒരാനയുടെ കൊമ്പിനൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അത് എങ്ങനെയോ ഇളകിപ്പോയിട്ടുണ്ട്. ആക്ച്വലി ഈ ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് നൂൽമഴയാണെങ്കിലും ഇത്രമാത്രം വെള്ളം താഴെ കെട്ടിക്കിടക്കുന്നതൊക്കെ നമ്മൾ അറിയുന്നത്. എന്തായാലും 1000 പില്ലേഴ്സ് ടെമ്പിളിൻ്റെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. എനിക്ക് തോന്നിയത് ഈ ഒരു മഴയുടെ ആംബിയൻസിൽ ഒരു പ്രത്യേക വൈബാണ്. മഴയും വെള്ളവും തണുപ്പും ഗ്രീനറിയും പിന്നെ 15th സെഞ്ച്വറിയിൽ പണിഞ്ഞ ഈ ഒരു ടെമ്പിളിൻ്റെ ആർക്കിടെക്ചറും ഒക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി ബാക്കി കാഴ്ചകളിലേക്ക് പോവുകയാണ്.